ആ പണിമുടക്കിൻ്റെ ഭാഗമായി സ്വകാര്യ ബസ് സർവീസും നാളെ സ്തംഭിക്കും. സ്വകാര്യ വാഹനങ്ങൾ തന്നെ, സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൂ. എങ്കിലും അങ്ങനെ ഒരു വിവാദവും തർക്കങ്ങളും പോകുന്നത് എല്ലാവരും ഈ പണിമുടക്കായിട്ട് സഹകരിച്ചിട്ട് നാളെ ഒരു ദിവസം നിൽക്കട്ടെ. കഴിയുന്നത്ര വാഹനങ്ങളൊന്നും റോഡിൽ ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, കേരളം ഈ പറയുന്ന ആരുടെങ്കിലും തന്തയുടെ വകയാണോ? ഇവിടെ മനുഷ്യന്റെ അവകാശത്തിന് എന്താണ് വില? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് എന്താണ് വില? സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വകാര്യ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അടക്കം സമരത്തിൽ പങ്കെടുത്ത് അത് ചെയ്യട്ടെ എന്നാണ് ഈ മാന്യദേഹം പറയുന്നത്. ഇത് പറയാൻ ഇദ്ദേഹം ആരാണ്? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരു ദിവസം വീട്ടിലിരിക്കാൻ പറയാൻ, നിർബന്ധിതമായി അങ്ങനെ ഒരു കാര്യം പറയാൻ, അങ്ങനെ ചെയ്യിപ്പിക്കാൻ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പിറകിൽ പൊടി പിടിച്ച് നടക്കുന്ന ആളുകളും ഇവിടെ ആരാണ്? ചോദിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. എന്തിനാണ് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത ഒരു അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ മാത്രം? കൊത്തി മുറത്തിൽ കയറുക, പാമ്പിന് പാല് കൊടുക്കുക എന്നീ ചൊല്ലുകളൊക്കെ നിങ്ങൾ പല സമയങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ടാവും. അതുപോലൊരു സംഭവമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഗതികേടിന് തുടർഭരണം നൽകി ഇതുപോലെ കുറെ ആളുകളെ ഇവിടെ അഴിഞ്ഞാടാൻ അനുവദിച്ചു എന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ചെയ്ത ആ പാല് കൊടുക്കൽ. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ തലക്ക് മീതെ ഒരു വാളായി വന്ന് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്താണ് കേരളത്തിലെ പ്രത്യേകത? കേരളത്തിലെ മാത്രം പ്രത്യേകത അഖിലേന്ത്യാ സമരമാണ്. തൊഴിലാളികളുടെ CITU ആണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇന്ന് കേരളം സ്തംഭിപ്പിച്ചുകൊണ്ട് ഇവർ അഖിലേന്ത്യാ സമരം നടത്തുകയാണ്. വേറെ ഒരിടത്തും ഇവരുടെ പാർട്ടി ഇല്ലാത്തത് കൊണ്ട്, ബംഗാളിൽ അടക്കമുള്ളവർ ഇവരുടെ ആൾക്കാരെ അവിടെ നിന്നും അടിച്ചോടിച്ചത് കൊണ്ട് അവർക്ക് ഇതൊന്നും സഹിക്കേണ്ടി വന്നില്ല. അതിനു പകരം കേരളത്തിലെ ആളുകൾ രണ്ട് കൈയും നീട്ടി ദാ ഇങ്ങനെ കൊണ്ടു നടന്നു, ദാ ഇപ്പോ സഹിക്കുന്നു. ഇന്ന് പൊതുനിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ഹോട്ടലുകൾ അടക്കം തുറന്നിട്ടില്ല. എറണാകുളം പോലൊരു നഗരത്തിൽ ഒരുപാട് ബാച്ചിലേഴ്സ് താമസിക്കുന്ന സ്ഥലമാണ്. ഓഫീസിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കണം. ഓൺലൈനായിട്ടുള്ള സംഭവങ്ങളല്ലാതെ വേറെ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. ഇനി ഓൺലൈനിൽ തന്നെ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ വരുമ്പോൾ ഇവര് തടയുമെന്ന് അറിയില്ല. ആളുകളുടെ ഭക്ഷണം പോലും മുട്ടിച്ചുകൊണ്ട് എന്താണ് ഇവർ പ്രചരിപ്പിക്കുന്ന സന്ദേശം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏത് തൊഴിലാളിയാണ് ഇവരുടെ തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്? ഇവര് പറയുന്നത് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നടക്കുന്ന സമരമാണെന്നാണ്. അതാ കേട്ടു നോക്കും. ദീർഘദൂരം ബസ്സുകൾ വരുന്നത് സ്വിഫ്റ്റ് അടക്കം തടയുകയാണ്. ഈ ബസ് അടക്കം തടഞ്ഞുകൊണ്ടാണോ സമരത്തിലേക്ക്? ബസ് തടയുമല്ലല്ലോ, ബസ് തൊഴിലാളികൾ പണിമുടക്കിയിരിക്കുകയല്ലേ. അപ്പം പിന്നെ അങ്ങനെ തടയുന്നത്? അങ്ങനെ ഒരു പ്രശ്നമില്ല. ആളുകൾ സമരത്തിന് അനുകൂലിക്കുകയാണെങ്കിൽ അവർ നിരത്തിലേക്ക് ഇറങ്ങില്ല എന്ന് ഈ സമരാനുകൂലിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. തലയിൽ തലച്ചോറുണ്ടെങ്കിൽ ഈ കൊടിയും പിടിച്ച് താനൊന്നും നിരത്തിൽ ഇറങ്ങില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അനുകൂലികൾ വീട്ടിലിരിക്കും, റോഡിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർ പ്രതിഷേധിക്കുന്നു എന്നാണ് അർത്ഥം. അവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അർത്ഥം. അവരെ വഴി തടയാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? സഞ്ചാര സ്വാതന്ത്ര്യം ഒരു പൗരന്റെ മൗലിക അവകാശത്തിൽ ഉള്ളതാണ്. ഭരണഘടന എടുത്തെടുത്തു പറയുന്നുണ്ടല്ലോ. BJPയെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ ഭരണഘടനയിൽ ഉള്ളതാണ് ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം. ഒരു വ്യക്തിയെയും ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കാതെ മൗലിക സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് എന്ത് ജനാധിപത്യമാണ് ഈ ചുവന്ന കൊടിക്കാർ ഈ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജനങ്ങളെ, നിങ്ങൾ ഇത് കാണുക. ഗുണ്ടായിസം മാത്രമാണ് ഇവരുടെ മുഖമുദ്ര. അതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. ഇനി പിടിച്ചു നിൽക്കാൻ പോകുന്നതും അതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം തന്നെയാണോ നിങ്ങൾക്ക് ഇനിയും വേണ്ടത്? നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണോ? ഒരു ദിവസം നിങ്ങളുടെ ബിസിനസ് മുടങ്ങിക്കിടന്നാൽ, അതായത് പ്രവൃത്തി ദിവസമായ ഒരു ദിവസം നിങ്ങളുടെ ബിസിനസ് മുടങ്ങിക്കിടന്നാൽ എത്ര രൂപ നിങ്ങൾക്ക് നഷ്ടം വരും? നിങ്ങളുടെ ഒരു വണ്ടി, അത് പാർസൽ വണ്ടി ആയിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ്സിന് ഉപയോഗിക്കുന്ന വണ്ടി ആയിക്കോട്ടെ, ഓടിയില്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് നഷ്ടം വരും? ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുന്ന തൊഴിലാളിയാണ് നിങ്ങളെങ്കിൽ എത്ര രൂപ, എങ്ങനെ നിങ്ങൾ അത് മാനേജ് ചെയ്യും? ഒറ്റ ദിവസം കൊണ്ട് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? അതിദാരിദ്ര്യം ഇല്ലാത്ത നാടായി നവംബർ 1 കേരളത്തിലെ പ്രഖ്യാപിക്കുകയാണെന്നാണ് അമേരിക്കയിൽ ഇപ്പോൾ സുഖവാസത്തിന് പോയി കിടക്കുന്ന മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ പറയുള്ളൂ. ഞങ്ങൾക്ക് ഇതുപോലുള്ള മരക്കുരിശുകളെ തന്നിട്ട് താങ്കൾ ഇതൊന്നുമില്ലാത്ത അമേരിക്കയിൽ പോയാണ് ഇപ്പോൾ സുഖിക്കുന്നത്. താങ്കൾക്ക് യൂറോപ്പിലെ സുഖം, ഞങ്ങൾക്ക് കമ്മ്യൂണിസത്തിന്റെ ദുരിതം. എന്ത് ജനാധിപത്യമാണ് നിങ്ങൾ പറയുന്നത്? എന്ത് ജനാധിപത്യമാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെ നഷ്ടം വരുന്ന നിങ്ങൾക്ക് ഇത് വലിയൊരു നഷ്ടമല്ലേ? എന്തിനാണ് ഈ പണിമുടക്ക്? നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളത് കേന്ദ്ര സർക്കാരിനെ കൊണ്ടാണോ കേരള സർക്കാരിനെ കൊണ്ടാണോ? എന്റെ ചോദ്യം അതാണ്. മുണ്ടുപറി രാഷ്ട്രീയവും ഗുണ്ടായിസവും മാത്രമാണ് ഇവരുടെ കൈമുതൽ. ഇന്നലെ SFI പ്രതിഷേധിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ചാനലുകളിലൂടെ ലൈവായിട്ട് കണ്ടില്ലേ? ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പെരുമാറേണ്ട രീതിയിലാണോ നിങ്ങൾ കണ്ടത്? നാളെയുടെ കേരളത്തിന്റെ ഭാവി പ്രതീക്ഷകളാണെന്ന് ആലോചിക്കണം. ഈ പാർട്ടിക്കാർ എങ്ങനെയാക്കിയവരെ തലയിൽ കമ്മ്യൂണിസം ഇൻജക്ട് ചെയ്ത് മനുഷ്യത്വത്തോടെയാണ് വളർത്തുന്നത്. നിലപാടുകൾ കൊടുത്താണോ വളർത്തുന്നത്? മനുഷ്യനോട് പെരുമാറാൻ അറിയുന്ന രീതിയിലാണോ വളർത്തുന്നത്? എന്ത് വൃത്തികേടായിട്ടാണ് ഇവരുടെ പാർട്ടിക്കാർ പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് കാണണം. ഒരു മാധ്യമ പ്രവർത്തകനോട് ഒരു സമരത്തിന് ആൾക്കാരെ ഇടിക്കാൻ വരുന്ന ഒരു ഗുണ്ടി പറയുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? എന്താണ് അവിടെ അവസ്ഥ? സമരം ഇവിടുത്തെ സിറ്റുവേഷൻസ് കണ്ടിട്ട് മനസ്സിലാണ് സമരം സമ്പൂർണ്ണ വിജയമായി തന്നെ മുന്നോട്ട് പോകുന്നു.
ഇവിടുന്ന് ബസ്സുകളൊന്നും ഓപ്പറേറ്റ് ചെയ്യുന്നു? ഇല്ല, ഇവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ജോലിക്ക് പോകാൻ കണ്ടല്ലോ, ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഈ അഹങ്കാരം എന്തിനു മേൽ വന്നതാണെന്ന് അറിയാമോ? നിങ്ങൾ കൊടുത്ത വോട്ടിന്മേൽ വന്നത്. നിങ്ങൾ കൊടുത്ത വോട്ടിന്മേൽ വന്നത്, ആ വോട്ട് കൊണ്ടുണ്ടായ അധികാരത്തിന്മേൽ വന്നത്. ആ വോട്ടിനി ഈ ചുവപ്പുകാർക്ക് കൊടുക്കണോ എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രീയക്കാരനെ കാണിച്ചു തരാം. ദേശീയ പണിമുടക്ക്, അഖിലേന്ത്യാ പണിമുടക്ക് പോലുള്ള ദുരിതപരമായിട്ടുള്ള, കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഒറ്റ ദിവസം കൊണ്ട് താഴേക്ക് വലിച്ചിട്ട് ആളുകളെ അടക്കം വെറുപ്പിക്കുന്ന ഈ പരിപാടിയെ മോശമാണ് എന്ന് വളരെ കൃത്യമായി ആളുകളോട് എടുത്തു പറയാൻ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ സംസ്ഥാന പ്രസിഡന്റായ ആ ദിവസം ഒരു മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട്, ഒരു സെയിങ് ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഞങ്ങൾ വികസിത കേരളത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്, വികസിത കേരളം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് നമുക്ക് വേണ്ടതെന്ന് ജനങ്ങൾ പറയുന്നു. അതിനുവേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഇക്വേഷനാണ് നിക്ഷേപം. ഇന്ന് ലോകത്തില് ടാലന്റ് ഉള്ള സ്ഥലത്തിലാണ് നിക്ഷേപം വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കംസ് ടു ടാലന്റ്. ടാലന്റ് പോകുന്നത് അവസരങ്ങൾ തേടിയിട്ട് ടാലന്റ് പോകുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ന് ലോകത്തിലും ഇന്ത്യയിൽ വേറെ സ്റ്റേറ്റ്സ് കോമ്പീറ്റ് ചെയ്യുമ്പോൾ, ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി കമ്പീറ്റ് ചെയ്യുമ്പോൾ, അവരുടെ ലോക്കൽ ഇക്കോണമീസിനെ എഫിഷ്യന്റ് ആക്കുമ്പോൾ, അവിടെ അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, കേരളം മാത്രം ഇന്നും ആ പഴയ തകർന്ന ഒരു രാഷ്ട്രീയം, പണിമുടക്ക്, ഇതിന്റെ മെസ്സേജ് എന്താണ്? ഇവിടെ നിക്ഷേപം വരില്ല, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കില്ല, ഫാക്ടറീസ് എല്ലാം ചൈന പുറത്തു പോകുന്നു, വലിയ വലിയ ഫാക്ടറീസ് ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിലെ ഉത്തർപ്രദേശാണോ തമിഴ്നാടാണോ കർണാടകയാണോ തെലങ്കാന കമ്പീറ്റ് ചെയ്യുന്നു. എല്ലാ സംസ്ഥാനം പറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാനത്തിൽ വരൂ, ഇൻവെസ്റ്റ് ചെയ്യൂ, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൂ. കാരണം ഞങ്ങളുടെ രാജ്യത്തിൽ, ഞങ്ങളുടെ സ്റ്റേറ്റിൽ ടാലന്റ് ഉണ്ട്, ഇക്കണോമിക് എഫിഷ്യൻസി ഉണ്ട്. പറഞ്ഞത് കംപ്ലീറ്റ് വിപരീതമായിട്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ പണിമുടക്കുണ്ട്, എഫിഷ്യൻസി ഇല്ല. പാർട്ടി സമരത്തിന്റെ എതിരെയല്ല, ട്രേഡ് യൂണിയനിസമിന്റെ എതിരെയല്ല. പക്ഷേ ഒരു വികസിത നാട് സൃഷ്ടിക്കാൻ പോവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ കുട്ടികൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. അതിന് ഒരു ഫ്രെയിംവർക്ക്, ഈ പണിമുടക്കുന്നതിന്റെ ഫ്രെയിംവർക്ക് അല്ല, പണി തൊഴിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ. ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റാണ് കേരളത്തിൽ. എന്നിട്ട് 4-5 ദിവസം മുമ്പേ ഇവിടുത്തെ CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ ചൈനയെക്കുറിച്ച് വലിയൊരു അഭിമാനമുള്ള ഒരു പാർട്ടിയാണെന്ന്. ആര്? CPM. അങ്ങനെ ഒരു അഭിമാനം ഉണ്ടെങ്കിൽ ചൈനയിൽ ഇത് നടക്കില്ലല്ലോ. ചൈന ഇന്ന് ലോകത്തിലെ ഒരു വലിയൊരു കമ്പറ്റീറ്റീവ് മാനുഫാക്ചറിങ് ഇക്കോണമി ആയിട്ട് മാറി. അവിടെ ഇങ്ങനെ പണിമുടക്കോ സമരോ ബിസിനസിന്റെ എതിരെ പണിയെടുക്കുന്ന സർക്കാരല്ലല്ലോ. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, CPM അങ്ങനെ ചൈനയിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഇത് പഠിക്കണം. അവിടെ തൊഴിൽ അവരെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ഗ്ലോബൽ ഇൻഡസ്ട്രീസിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്. അത് ഇന്ത്യ ചെയ്യുമ്പോൾ കേരളം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. ഇന്ന് ഇത് ചെയ്യുന്നത് ശരിയല്ല. ഒരു വികസിത കേരളത്തിൻ്റെ എതിരെ ആണ് ഇങ്ങനത്തെ ഈ പണിമുടക്കും ഇങ്ങനത്തെ ഒരു സ്ട്രൈക്കും. നിങ്ങൾ കണ്ടത് രാജീവ് ചന്ദ്രശേഖരനെ തന്നെയാണ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ. ഒരുപാട് വിമർശനങ്ങൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിരുന്നു. BJPക്കകത്ത് തന്നെ ബോഡി ഷെയ്മിംഗ് അടക്കം ചെയ്യുന്ന, അത്രയ്ക്ക് എന്താ പറയുക, ചിന്ത കൊണ്ട് 50 വർഷം പിറകിൽ കിടക്കുന്ന ആളുകൾ BJPക്കകത്ത് തന്നെ ഉണ്ടെന്ന് ആ വിമർശനങ്ങൾ കേട്ടപ്പോഴാണ് മനസ്സിലായത്. രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയെ മാത്രം നിങ്ങൾ എടുത്തു നോക്കുക. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, പക്ഷേ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരൻ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കി ഇപ്പോഴും അത് നല്ല നിലയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഡിഗ്നിറ്റിയുള്ള, ക്ലാസ് ഉള്ള, വിജയിച്ച് തെളിയിച്ച ഒരു ബിസിനസ്സുകാരൻ.
അയാളെ കോർഡിനേഷൻ ഒരാളും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് കഴിവുള്ളവരെ വെച്ച് ബിസിനസ് ചെയ്ത് വിജയിപ്പിച്ച് ഇന്ന് അയാൾ ഒരു സ്ഥാനത്തിരിക്കുന്നത്. അവിടെ നിന്നും BJP-യിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നത് പണം ഉണ്ടാക്കാനല്ലെന്ന് രാജീവ് ചന്ദ്രശേഖരനെ പറ്റി അന്വേഷിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം. അയാൾക്ക് ഇല്ലാത്ത കോടികളൊന്നുമല്ല, കേരളം വിലക്ക് വാങ്ങാനുള്ള കാശ് അയാൾക്കുണ്ട്. പിന്നെ എന്തിനാ അയാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു? നിങ്ങൾ യൂറോപ്പിലെ രാഷ്ട്രീയം എന്ന് എടുത്തു നോക്കൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന വീഡിയോകളിൽ ഞാൻ പറയുന്നുണ്ട്, മുണ്ടവറി രാഷ്ട്രീയമാണ് കേരളത്തിലേത്. യൂറോപ്പിലെ ആളുകൾ എടുത്തു കളഞ്ഞ കാലഹരണപ്പെട്ട രാഷ്ട്രീയമാണ് ഇപ്പോഴും ഇവിടെ പിന്തുടരുന്നത്. അവിടെ ഒന്ന് എടുത്തു നോക്കിക്കേ. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെ നോക്കൂ, ഋഷി സുനകിനെ നോക്കൂ, ഒബാമയെ നോക്കൂ. ഇവരെല്ലാം ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ അറിയാണ്ട് പൊളിഞ്ഞ് ഐഡിയ കൊണ്ട് ചുമ്മാ നടക്കുന്ന അങ്ങനത്തെ ആൾക്കാരെ അല്ല പറയുന്നത്. ഇവർ വിജയിച്ച് തെളിയിച്ച ബിസിനസ്സുകാരാണ്. അവർക്കൊന്നും ഇനി ജീവിക്കാനോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനോ രാഷ്ട്രീയത്തിൽ വന്ന് അതിൽ നിന്നും കക്കേണ്ട ആവശ്യമില്ല. പകരം അവർക്ക് വേണ്ടത് അധികാരമാണ്. അധികാരം എന്തിനു വേണ്ടിയാണ്? ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ ഒടങ്കൊല്ലികൾ ആരാണെന്നറിയാമോ? അതിവിടത്തെ പിന്നോക്ക രാഷ്ട്രീയക്കാരാണ്. കൃത്യമായ ഒരു വാക്ക് പറഞ്ഞാൽ കടൽ കിഴവന്മാർ. ഇവര് മുന്നോട്ടൊട്ട് പോകേയില്ല, മനുഷ്യരെ മുന്നോട്ട് പോകാനോട്ട് സമ്മതിക്കുകയില്ല. ഈ പേര് പറയുമ്പോൾ ആരൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? അവരൊക്കെ തന്നെ. അപ്പോ അങ്ങനെ മുടക്കി നിൽക്കുന്നത് കൊണ്ട് ബിസിനസ് അടക്കം പല രാജ്യങ്ങളിലും വളരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ വളർത്താം, എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നറിയാവുന്നത് കൊണ്ടാണ് അവർ ഈ മേഖലയിലേക്ക് വരുന്നതും ആ രാജ്യങ്ങളെല്ലാം ഇന്ന് സാമ്പത്തികമായ അടക്കം ബില്യണേഴ്സും മില്യണേഴ്സും ഒക്കെ ആയിട്ട് ഉന്നതിയിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണമുള്ളവൻ എന്തോ കുഴപ്പക്കാരനാണ്, അവനെ എതിർക്കണം, അവനെ വെറുക്കണം, അവനെ കല്ലെറിയണം. അതായത് അസൂയയെ ഊട്ടി വളർത്താനാണ് ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ അടക്കമുള്ള ജനങ്ങളെ പഠിപ്പിച്ചു വെച്ചിരുന്നത്. ഇവിടെ ഒരു സമ്പന്നൻ ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ബില്യണറോ മില്യണറോ ഉണ്ടായാൽ ഇന്ത്യയുടെ രാഷ്ട്രം അല്ലെങ്കിൽ ഭരിക്കുന്ന ആ പാർട്ടിക്കാർ അവരെ സപ്പോർട്ട് ചെയ്താൽ ഉടനെ അതൊരു കുഴപ്പമായി. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ബില്യണറോ മില്യണറോ ഇല്ലാത്ത രാജ്യം എങ്ങനെയാണ് സമ്പന്നമായി ഉന്നതിയിൽ വരുന്നത്? എങ്ങനെയാണ് ഡെവലപ്ഡ് കൺട്രി ആവുന്നത്? നിങ്ങൾ എത്ര വർഷമായി സ്കൂളുകളിൽ പഠിക്കുന്നു? ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. എപ്പോ ഡെവലപ്ഡ് ആവും? അങ്ങനെ ആകണമെങ്കിൽ ജനങ്ങളെ നിങ്ങളാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. സ്കൂളിൽ പോയി പോലും പരിചയമില്ലാത്ത, സ്വന്തം പേര് പോലും തെറ്റാതെ എഴുതാൻ അറിയാത്ത, ഒപ്പിന്റെ സ്ഥാനത്ത് ഷൂ എന്ന് വരക്കാൻ മാത്രം അറിയാവുന്ന, ആരെങ്കിലും കാണിച്ചു കൊടുത്ത് എല്ലാം ഒപ്പിടുന്ന, പാർട്ടി സമരവും പിക്കറ്റും മാത്രം ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള അങ്ങനത്തെ കേസുകൾ മാത്രം ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളെയാണോ, അതോ ബിസിനസ് ചെയ്തു പരിചയിച്ച വിദ്യാഭ്യാസമുള്ള 4 പേരോട് സംസാരിക്കാൻ അറിയാവുന്ന, ലോകം കണ്ടിട്ടുള്ള, പണം കക്കേണ്ട ആവശ്യമില്ലാത്ത, സ്റ്റാൻഡേർഡ് ഉള്ള, ക്ലാസ് ഉള്ള വ്യക്തികളെയാണോ നിങ്ങൾ ഇവിടെ അധികാരികളായി തിരഞ്ഞെടുക്കേണ്ടത് എന്നതാണ് എന്റെ ചോദ്യം. രാജീവ് ചന്ദ്രശേഖർ അത്തരം ഒരു വ്യക്തിയാണ്. BJP-ക്ക് വേണ്ടി ഇപ്പോൾ അദ്ദേഹം എന്തെല്ലാം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ അദ്ദേഹത്തെ ആദ്യമായി ശ്രദ്ധിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ്. വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നടുവൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതും 7 മാസത്തേക്ക് വേണ്ടി മാത്രം ഒരു MLA, എന്തിന്? ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. യുവജനങ്ങളെ, നിങ്ങളുടെ മനസ്സിൽ ഇതേ ചോദ്യം വന്നില്ലേ? വരും. ബുദ്ധിയുള്ള, ബോധമുള്ള ഓരോ ജനതയുടെയും മനസ്സിൽ ഇതേ ചോദ്യം വരും. അദ്ദേഹം അതാണ് ചോദിച്ചത്. എന്നാൽ നമ്മുടെ കടൽക്കിഴമന്മാർ വെറുതെ ഇരുന്നില്ല. അവരെല്ലാവരും കൂടി ചേർന്ന് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ലെങ്കിൽ നമ്മളൊരു പാർട്ടി അല്ലാതായി പോകും. കേരളത്തിന്റെ കീഴ്വഴക്കം ഇതാണ്, പാരമ്പര്യം. കീഴ്വഴക്കങ്ങളാവുമ്പോ 5-6 വെടി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു ഗുമ്മ കിട്ടില്ല, ഒരു ത്രില്ല് കിട്ടില്ല. അതുകൊണ്ട് നിലമ്പൂര് പോയി ഒരു വെടി പൊട്ടിച്ചു, ഒരാവശ്യവും ഇല്ലാതെ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി. എന്താണ് അതുകൊണ്ടുണ്ടായ ഒരു ഗുണം? ഒരു ഗുണവും ഉണ്ടായില്ല. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, മത്സരിക്കുന്നെങ്കിൽ അത് ജയിക്കാനായിരിക്കണമെന്ന്, അല്ലെങ്കിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം മത്സരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ജയിക്കാത്തത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ടാവും. തിരുവനന്തപുരത്തെ MP ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആയിട്ട് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന സമയത്ത് ഇലക്ഷൻ വർക്കിന് ഞാൻ ഉണ്ടായിരുന്നു. പെയ്ഡ് ഇലക്ഷൻ വർക്ക് അല്ല, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, എനിക്കൊരാളും പെയ്ഡ് ഇലക്ഷൻ വർക്ക് തരാറില്ല, ഞാനായിട്ട് പോയി മേടിക്കാറുമില്ല. ഞാൻ പബ്ലിക്കിന്റെ ഇടയ്ക്ക് ഇറങ്ങി റാൻഡംലി എടുക്കുന്ന ആ അഭിപ്രായങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. പബ്ലിക് പിണറായി വിജയനെതിരെ പറയുന്നത് എന്റെ കുറ്റമല്ല, അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി പറയണം, എന്തിനാ അവരെയൊക്കെ വെറുപ്പിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ വർക്കിന് പോയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. തീരദേശവാസികളെ ഒരുപാട് കൺവിൻസ് ചെയ്തിട്ടാണ് ശശി തരൂരിന് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. 3 തവണ MP ആയിട്ടും തിരുവനന്തപുരത്തിന് ശശി തരൂർ ഒരു തേങ്ങയും കൊണ്ടുവന്നിട്ടില്ല എന്ന് അവർക്കറിയാമെങ്കിലും BJP വരരുതെന്ന് പറഞ്ഞ് ആ ഒരു വാക്ക് മാത്രം വർഗീയത, മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് പോസ്റ്റൽ വോട്ട് വന്നപ്പോൾ തിരിഞ്ഞ് ശശി തരൂർ ജയിച്ചു. ഇതാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ അതിനുശേഷം തിരുവനന്തപുരത്ത് ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ശശി തരൂർ എന്ന വ്യക്തി നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്, ഇതാണ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കടൽക്കഴവന്മാർ അതിന് സമ്മതിക്കുകയുമില്ല. അദ്ദേഹം ഒന്നും ചെയ്തില്ല. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, BJP-യുടെ അധ്യക്ഷനായി അദ്ദേഹം വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഉണ്ട്. എന്നാൽ മുൻപുണ്ടായിരുന്ന അധ്യക്ഷന്മാരെ പോലെ വിടുവായല്ല, ഭീഷണിയല്ല. ഇതേക്കുറിച്ച് തന്നെ അദ്ദേഹം വ്യക്തമായി പറയുന്നത് കുറച്ച് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ്. ഇപ്പോൾ എന്തിനാണ് ഇവിടെ ഒരു പണിമുടക്ക്? ഒരു ദിവസം ബിസിനസ് സംഭവിച്ചാൽ എന്തോരം ക്യാഷ് പോകും, ആൾക്കാർ വീട്ടിലിരുന്ന് എന്തോരം ക്യാഷ് പോകും. ഒരു ദിവസം വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെയല്ല, കോടിക്കണക്കിന്. ഇതെല്ലാം ഒന്ന് കൂട്ടി നോക്കിയാൽ ഒരാളുടെ വരുമാനം നിങ്ങൾ കൂട്ടുന്നു, 1 കോടി ആകുമ്പോൾ എത്രയായി? കൂട്ടി നോക്ക്.
അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഇവിടെ വരുന്നത്. ഇതിൽ എത്ര പേര് രോഗികൾ ഉണ്ടാവും, എത്ര പേര് മുടങ്ങാതെ ദിവസം ചിലപ്പോൾ നാളെ രാവിലെ ദിവസത്തെ എത്തേണ്ട ആളുകളുണ്ടാവും. ദീർഘദൂര ബസ്സുകളടക്കം നിർത്തലാക്കി ഇവരെ തോന്നിയവാസം കാണിക്കുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ ഇത് ചോദിക്കേണ്ടത്? ബുദ്ധിയുള്ള ഒരു നേതാവ്, ഞാൻ ആകെ ഇദ്ദേഹത്തെ മാത്രമേ കണ്ടുള്ളൂ, ഇദ്ദേഹമാണ് ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ ഒരു പണിമുടക്ക് ഇവിടെ എന്ന് കാര്യകാരണ സഹിതം പറഞ്ഞു എന്നുള്ളതാണ്. കാര്യകാരണ സഹിതം പറഞ്ഞു. ഈ പണിമുടക്ക് ഇപ്പോൾ നടക്കുന്നത് കുറെ പേരുടെ കയ്യൂക്കിന്റെ ബലത്തിൽ മാത്രമാണ്. എന്നാൽ ആ കുറെ പേർ ഈ സമരത്തിന്റെ കൂടെയാണോ? അവർ കാറുമായി സ്വകാര്യ വാഹനവുമായി നിരത്തിൽ ഇറങ്ങാതിരിക്കുന്നുണ്ടോ? കണ്ടു നോക്കൂ. നിങ്ങൾ സമരത്തിലാണ് വണ്ടി എടുത്ത് പോവാ, നടക്കല്ലേ വേണ്ടത് ചേട്ടാ, നടക്കല്ലേ വേണ്ടത്. സമരക്കാർക്ക് ഇറങ്ങാം. അല്ല അപ്പൊ അതെവിടെ അപ്പൊ നാട്ടുകാർ, അപ്പൊ നിങ്ങൾ പൊതുജനല്ലേ, നിങ്ങൾ പൊതുജനല്ലേ, അപ്പൊ നാട്ടുകാർക്ക് ഇറങ്ങണ്ടേട്ടാ. CIT-യുടെ നേതാവ് തന്നെയാണ് സമരക്കാർക്കാവാം എന്നാണ് പറയുന്നത്. ഈ ഇരട്ടത്താപ്പ് കണ്ടോ? ഇവരെ വേണോ നിങ്ങൾക്ക്? നിങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ കാലിനടിയിലിട്ട് ചവിട്ടി മെതിക്കുന്ന തരത്തിലുള്ള ഭരണമല്ല ജനാധിപത്യത്തിൽ വേണ്ടത്. അങ്ങനെ ഭരിക്കുന്നവരെ നിങ്ങൾക്ക് വേണോ? ഇവർ പ്രതിപക്ഷത്തിരുന്നാൽ ഇപ്പോ 14-16 ബന്ധുണ്ടായിട്ടുണ്ടാവും. ഇവര് ഭരണപക്ഷത്തായോണ്ട് ഒരെണ്ണല്ലേ ഉണ്ടായുള്ളൂ എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ സഹിക്കാൻ സൗകര്യമില്ല. എന്തിനാ ഞങ്ങൾ ഇവരെ സഹിക്കുന്നേ? ഞങ്ങൾ ഇവിടെ ടാക്സ് അടച്ചിട്ടാ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ പൗരാവകാശമുണ്ട്. ഇവിടെ ജനിച്ച ഓരോ പൗരനും അതിനുള്ള അവകാശമുണ്ട്. എന്തിനാ ഞങ്ങൾ ഇവരെ പേടിക്കാം? വോട്ട് ചെയ്തതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ അധികാരം എടുത്തു കളയണം ജനങ്ങളെ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി. നമുക്ക് മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു നേതാവിനെയാണ് വേണ്ടത്. നമുക്ക് തൊഴിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആളെയാണ് വേണ്ടത്. നമുക്ക് ബിസിനസ് ഇവിടെ ഉണ്ടാക്കുന്ന ആളെയാണ് വേണ്ടത്. നമുക്ക് 10 വർഷം കഴിഞ്ഞ് ഇവിടെ പശുവിനെ കെട്ടാൻ ചിന്തിക്കുന്ന ആളെയല്ല വേണ്ടത്. ഫാമിന്റെ സ്ഥലവും റോഡിന്റെ സ്ഥലവും കണ്ടെത്താൻ ബുദ്ധിയുള്ള ഭരണാധികാരിയാണ് കേരളത്തിന് വേണ്ടത്. നമുക്ക് എത്ര പേർക്ക് ഇവിടെ നിന്ന് വിസ വാങ്ങിച്ച് യൂറോപ്പിലേക്ക് കുടിയേറി പോകാൻ കഴിയും? അങ്ങനെ പോയാൽ തന്നെ കേരളത്തിന്റെ അവസ്ഥ എന്താ? അങ്ങനെ കേരളത്തെ കുടിയിലേക്ക് വിട്ടുകൊടുത്ത് നമുക്ക് പോകാൻ കഴിയുമോ? നമുക്കൊന്ന് നോക്കണ്ടേ ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ പഴയ കേരളത്തെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്? മുന്നോട്ട് ചിന്തിക്കുന്ന നേതാക്കൾക്കൊപ്പം നിൽക്കുക എന്നതേ പറയാനുള്ളൂ, പാർട്ടി നോക്കാതെ. അദ്ദേഹം ചെയ്യുന്നതിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് അതുപോലുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു ചെറിയ വർക്ക്, അതായത് എല്ലാ ഏരിയയിലും ഒരു ജനപ്രിയനായ ഒരു സേവകൻ ഉണ്ടാവും. സേവകൻ എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്നും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് പ്രത്യേക രീതിയിലുള്ള ഒരു അധികാരം ഉണ്ടാവില്ല. ഏതെങ്കിലും പാർട്ടിയിൽ മെമ്പർ ആയിരിക്കാം, അല്ലാതിരിക്കാം. ഇനി മെമ്പർ ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഒരു സീറ്റോ ഈ പറയുന്ന നേതാക്കന്മാരുടെ യാതൊരു പ്രിവിലേജും ഉണ്ടാവില്ല. എന്നാൽ ഏത് പാതിരാത്രിയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കും. നമുക്കൊരു പ്രശ്നം വന്നാൽ അദ്ദേഹം ഉണ്ടെന്ന് ഉറപ്പ് ആ നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനത്തെ വ്യക്തികളെ BJP കൃത്യമായി അവരിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്നതാണ്. അത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ. ആ വ്യക്തികൾ പാർട്ടി നോക്കാതെ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി BJP-യിലേക്ക് വരാനും തയ്യാറാകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു പാർട്ടിയിലും ഒരു ജനപ്രതിനിധി വന്നാൽ അയാൾക്ക് സ്വയം അധികാരം ചെയ്യാനായിട്ടുള്ള നല്ലത് ചെയ്യാൻ പോലുള്ള അവകാശമില്ല. എനിക്കൊരു സംഭവം ഇവിടെ കിട്ടുന്നില്ല, അധികാരികളോട് പറഞ്ഞിട്ടും അതിന് മറുപടി ഇല്ല എന്നൊരു ഡോക്ടർ പറഞ്ഞപ്പോൾ പോലും അയാൾക്ക് കിട്ടിയ കല്ലേറും കിട്ടിയ വാക്കുകളും നമ്മൾ കേട്ടതാണ്. ആ പാർട്ടിയുടെ അവസ്ഥ അതാ. എന്നുണ്ടെങ്കിലും സഹിച്ച് മിണ്ടാണ്ട് ഇവിടെ ഇരുന്നോളണം. ജനങ്ങൾക്ക് കിട്ടിയില്ലേ കിട്ടിയില്ല, നേതാക്കന്മാര് കക്കും, മിണ്ടരുത്. എന്നാൽ BJP അങ്ങനെയല്ല എന്നതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിവുള്ള എല്ലാവരെയും BJP വിളിക്കുന്നുണ്ട്. അതിൽ അവർക്ക് നാണക്കേടൊന്നുമില്ല. വിജയ് തമിഴ്നാടൻ, അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സ്വന്തം പാർട്ടിയെ കൊടുത്തു. അവര് ഐക്യത്തിന് വേണ്ടി വിളിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അവർക്ക് അതിൽ നാണക്കേടൊന്നുമില്ല. എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, എല്ലാ ബിസിനസ്സുകാരും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ എന്റെ കമ്പനിയിൽ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുക, അല്ലാണ്ട് അവനെ നശിപ്പിച്ച് കളയണം എന്നല്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ ടോപ്പ് ലെവലാവും. ഇത് മുന്നോട്ട് ചിന്തിക്കുന്നവർ മാത്രം ചിന്തിക്കുന്ന പ്രശ്നമാണ്. ശശി തരൂരിനെ പോലെ കഴിവുള്ളവരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഒതുക്കുന്ന കടൽക്കഴവന്മാർക്ക് ഈ മുന്നോട്ടുള്ള ചിന്തയില്ല. അവര് കയറി എന്തെങ്കിലുമൊക്കെ ആകണം കുഴിയിലേക്ക് പോകുന്ന നിൽക്കുമ്പോൾ, അത്രയേ ഉള്ളൂ. 80 വയസ്സായാലും 60 വയസ്സായാലും ഈ കസേര ഒഴിഞ്ഞു കൊടുക്കാത്തതിന്റെ പിന്നിലുള്ള കാര്യവും അത് തന്നെയാണ്. മനസ്സിലായില്ലേ? പ്രായം ഒരു ഘടകമായിട്ട് എടുക്കുന്നില്ല, എന്നാലും പ്രവർത്തിക്കാൻ അറിയണം, ചിന്തിക്കാൻ അറിയണം. പിന്നോട്ട് ചിന്തിക്കുന്ന തന്തവൈബുള്ളവരെ എടുത്തു വെച്ചിട്ട് ഇനി കാര്യമില്ല ജനങ്ങളെ. അങ്ങനെയുള്ളവരെ നമുക്കിനി വേണ്ട. നമുക്ക് മുന്നോട്ട് ചിന്തിക്കുന്നവരെയാണ് വേണ്ടത്. അപ്പോ ഞാൻ പറയുന്നത് നിരീക്ഷിക്കാനാണ്. എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനിയുള്ള മാസങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങൾക്കുണ്ടാവുന്ന അനീതികൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങളുടെ മൊബൈലിൽ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് പഠിച്ചു വെക്കുക. വീഡിയോ ഷൂട്ട് ചെയ്യുക, ഫേസ്ബുക്കിൽ അതെങ്ങനെ പോസ്റ്റ് ചെയ്യണം, അതേപോലെ വാട്സപ്പിൽ ഇതെങ്ങനെ അയച്ചു കൊടുക്കണം, എങ്ങനെ ടൈപ്പ് ചെയ്ത് എഴുതണം, എങ്ങനെ വോയിസ് മെസ്സേജ് എല്ലാം പഠിച്ചു വെച്ച് വെക്കുക. പ്രതികരിക്കുക, മിണ്ടാതിരിക്കരുത് ജനങ്ങളെ, പ്രതികരിക്കുക. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വിലങ്ങുതടിയായി ഏത് പാർട്ടിക്കാരൻ വന്നാലും പ്രതികരിക്കുക. കയ്യൂക്കുകൊണ്ടല്ല, നിയമപരമായി പ്രതികരിക്കാം. പൊതുജനത്തിനൊപ്പം നിൽക്കാൻ, പൊതുജനങ്ങളെ അറിയിക്കാനുള്ള ടൂൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് വോയിസ് ആയിട്ട് ഉപയോഗിക്കുക, മറക്കാതിരിക്കുക. അപ്പോൾ സംഭാവനകളുടെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ പൂർണ്ണമായി മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സംഭാവനകളാണ്. സോ തുടർന്നും ആ സപ്പോർട്ട് തുടരുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസ് കുറെ പേര് കാണാതിരിക്കാൻ വേണ്ടിയും എന്റെ വയടക്കാൻ വേണ്ടിയും ഒരുപാട് പേര് കാര്യമായിട്ട് തന്നെ പരിശ്രമിക്കുന്നുണ്ട്. അതിലൊന്നാണ് റിപ്പോർട്ടടി, നമ്മുടെ വരുമാനം നിലയ്ക്കുന്ന രീതിയിൽ ചെയ്യാം. മറ്റൊന്നാണ് എന്റെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ട്രോൾ ചെയ്യുക. ഈ പറയുന്നതൊക്കെ തന്നെ മൂന്നാമതായിട്ട് ചെയ്യുന്നത് ഈ നമ്പറിൽ വിളിച്ചിട്ട് തെറി പറയാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന കോളുകൾ ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല. അഡ്വർടൈസ്മെന്റ് ചെയ്യാനാണെങ്കിലും അതല്ല വാർത്തകൾ അയക്കാനാണെങ്കിലും ഈ വാട്സ്ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.